യാമപ്രാർത്ഥനകൾ സഭയുടെ പ്രത്യേക നിയമമനുസരിച്ച് കത്തീഡ്രലുകളിലും മറ്റ് ദേവാലയങ്ങളിലും പ്രത്യേകിച്ച് ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും നടത്തണമെന്ന് വൈദികരോടും സമർപ്പിതരോടും സഭാവിശ്വാസികളോടും ആഹ്വാനം ചെയ്ത് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. നവീകരിച്ച യാമപ്രാർത്ഥന പുസ്തകം ഉപയോഗിച്ച് പ്രാർത്ഥിക്കണമെന്നും കർദിനാൾ സർക്കുലറിൽ ആഹ്വാനം ചെയ്തു. സീറോ മലബാർ സഭയുടെ പാരമ്പര്യത്തിൽ 7 നേരത്തേക്കുള്ള യാമപ്രാർത്ഥനകളുണ്ട്. എന്നാൽ ഇപ്പോൾ സിനോഡ് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട 3 യാമപ്രാർത്ഥനകളാണ്. സന്ധ്യാനമസ്കാരമായ റംശ, രാത്രിജപമായ ലലിയ, പ്രഭാത പ്രാർത്ഥനയായ സപ്ര എന്നിവയാണ് ഈ 3 പ്രാർത്ഥനകൾ. ഈ പ്രാർത്ഥനകൾ മൂലരൂപങ്ങളോട് കൂടുതൽ വിശ്വസ്തത പുലർത്തുന്ന വിധത്തിൽ നവീകരിച്ച് ഇപ്പോൾ സഭാമക്കളുടെ ഉപയോഗത്തിനായി 2 വാല്യങ്ങളായാണ് നൽകുന്നത്. മംഗളവാർത്താക്കാലം മുതൽ ഉയർപ്പുകാലം വരെ ഉൾക്കൊള്ളുന്ന 1-ാം ഭാഗം മിശിഹാരഹസ്യ കേന്ദ്രീകൃതമാണ്. സഭാരഹസ്യ ചിന്തകളാണ് സ്ലീഹാകാലം മുതൽ പള്ളിക്കൂദാശകാലം വരെ ഉൾക്കൊള്ളുന്ന യാമപ്രാർത്ഥനയുടെ 2-ാം വാല്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ ചൈതന്യം ദിനരാത്രങ്ങളുടെ വിവിധ യാമങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാനും ദൈവസ്തുതികൾ ആലപിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കുവാനും സഹായിക്കുന്ന യാമപ്രാർത്ഥനകൾ സഭയിൽ ആധ്യാത്മിക ശക്തിയുടെ നീർച്ചാലുകളായി നിലകൊള്ളുന്നു. ആരാധനോത്സവത്തിലെ പ്രധാനപ്പെട്ട തിരുനാളുകൾ ഉൾപ്പെടെ ഓരോ ദിവസത്തിന്റെയും പ്രത്യേകം പ്രാർത്ഥനകൾ നവീകരിച്ച യാമപ്രാർത്ഥന പുസ്തകത്തിലുണ്ട്. പ്രാർത്ഥനകളുടെ വൈവിധ്യം മൂലം പുസ്തകത്തിന്റെ വലിപ്പം താരതമ്യേന കൂടിയിട്ടുണ്ടെങ്കിലും അനുദിന പ്രാർത്ഥനകളുടെ സമയദൈർഘ്യം കൂടുന്നില്ല. കൂടുതൽ ആഘോഷപൂർവകമായ ക്രമവും സാധാരണ ക്രമവും ഉൾക്കൊള്ളുന്ന ഈ പ്രാർത്ഥനാ പുസ്തകം മാത്രമല്ല, യാത്ര പോലെയുള്ള പ്രത്യേക സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാനായി യാമപ്രാർത്ഥനയുടെ ഹസ്രൂപം സിനഡ് അംഗീകരിച്ചു നൽകിയിട്ടുണ്ട്. യാമപ്രാർത്ഥനകളിലെ ഗീതങ്ങളുടെയും പ്രാർത്ഥനകളുടെയും പ്രഥമമായ അടിസ്ഥാനം ദൈവവചനം തന്നെയാണ്. ഒപ്പം വിശുദ്ധരായ സഭാപിതാക്കന്മാർ ദൈവവചനത്തിന് നൽകിയ വ്യാഖ്യാനങ്ങളും ധ്യാനചിന്തകളും അതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യാമപ്രാർത്ഥനകളിലൂടെ ദൈവവചനം കൂടുതൽ ധ്യാനിക്കുവാനും വചനബദ്ധമായ ജീവിതം നയിക്കുവാനും നമ്മെ സഹായിക്കുമെന്നത് നിസ്തർക്കമാണ്. സഭയുടെ മനസ്സോട് ചേർന്ന് ദൈവവചനം ഉൾക്കൊള്ളുവാനും അതിന്റെ വ്യാഖ്യാനങ്ങളെ മനസ്സിലാക്കുവാനും യാമപ്രാർത്ഥനകൾ നമ്മെ സഹായിക്കുമെന്നും കർദിനാളിന്റെ സർക്കുലറിൽ പറയുന്നു. നവീകരിച്ച യാമപ്രാർത്ഥന പുസ്തകം 2022 ഓഗസ്റ്റ് 16 മുതൽ 25 വരെ നടന്ന സീറോ മലബാർ സഭയുടെ 30ാം സിനഡിന്റെ 2ാം സമ്മേളനത്തിൽ അംഗീകരിച്ചിരുന്നു. വീണ്ടും എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അവ 2022 ഒക്ടോബർ 30 മുമ്പ് ആരാധനക്രമ കമ്മീഷനിൽ അറിയിക്കുവാനായി യാമപ്രാർത്ഥനാ പുസ്തകത്തിന്റെ ആഘോഷപൂർവമായ ക്രമത്തിന്റെയും ഹസ്വരൂപത്തിന്റെയും ഡ്രാഫ്റ്റ് എല്ലാ മെത്രാന്മാർക്കും സമർപ്പിത സമൂഹങ്ങളുടെ സുപ്പീരിയർമാർക്കും അയച്ചു കൊടുത്തിരുന്നു. അവർ നൽകിയ നിർദ്ദേശങ്ങൾ സ്പെഷ്യൽ കമ്മിറ്റി പരിശോധിച്ച ശേഷം ഡ്രാഫ്റ്റിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാണ് നവീകരിച്ച യാമപ്രാർത്ഥനാ പുസ്തകം 2023 ധനഹാ തിരുനാളിൽ പ്രസിദ്ധീകരിച്ചത്. ഷക്കീന ന്യൂസ്, കൊച്ചി.